ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദശമസ്കന്ധം പൂർവാർത്ഥത്തിലെ ശൃണ്ണൻ ഗൃണൻ സംസ്മരയം ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു ത്വച്ചരണാരവിന്ദയോർ ആവിഷ്ടചേതാ ന ഭവായ കൽപ്പതേ. തേ അങ്ങയുടെ മംഗളാനി പുണ്യങ്ങളെ ജനിപ്പിക്കുന്നതായ നാമാനി ഭഗവത് നാമങ്ങളെയും രൂപാണി ഭഗവാന്റെ രൂപങ്ങളെയും ശൃണ്ണൻ കേൾക്കുന്നവനും ഋണൻ ഉച്ചരിക്കുന്നവനും പുണ്യങ്ങളെ ജനിപ്പിക്കുന്നതാണ് ഭഗവത് നാമങ്ങളെന്നുള്ളതാണ് പറയുന്നത്. ആര് ജപിക്കുന്നോ അവർക്കെല്ലാം പുണ്യത്തെ ഉണ്ടാക്കും. നമ്മൾ സാധാരണ രീതിയിൽ ഒരു നല്ല കാര്യം ഒരാളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആനന്ദം വരാം. അതൊരു സംസ്കാര വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ വന്ന് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് നല്ലതെന്ന് തോന്നി ആ തിരിച്ചറിവോടുകൂടി അതിനെ ഗ്രഹിച്ച് അതിലൊരു സന്തോഷം ഉണ്ടാകുക, അത് സംസ്കാര വിശേഷം കൊണ്ട് മാത്രമേ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ സാധാരണ ലോകത്ത് കാണുന്ന എന്താണ്, മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും ഇല്ലാത്ത കഥകളൊക്കെ പറയുന്ന കേൾക്കുമ്പോഴാണ് ചിലർക്കൊക്കെ ആനന്ദം ഉണ്ടാകുക. ഇല്ലാത്തത് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഒരു ഊറിയ ചിരിയും ഉള്ളിലുള്ള ഒരു സന്തോഷത്തെ മുഖത്തൊക്കെ ഒന്ന് പ്രകടിപ്പിച്ചുമാണ് പലരും പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതെന്താണെന്നറിയാം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ കർമ്മങ്ങളുടെ ഫലം അങ്ങനെയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എങ്ങനെയാണ്? മറ്റുള്ളവരുടെ കുറവുകളെ, കുറ്റങ്ങളെ കേട്ടാൽ കിട്ടുന്ന ആനന്ദം ഒരിക്കലും ഒരു ഈശ്വരഭക്തന് യോജിച്ചതല്ല. ഈശ്വരഭക്തൻ എന്ന് പറയുന്ന ആൾ സവിശേഷ ഗുണത്തിൻ്റെ അധികാരിയായിരിക്കണം. എന്തുകൊണ്ട്? അയാൾക്കെപ്പോഴും പുണ്യങ്ങളെ ജനിപ്പിക്കുന്നത് ഭഗവത് നാമങ്ങളും ഭഗവത് രൂപങ്ങളെ ആണ്. പക്ഷേ നമ്മുടെ ലോകത്ത് നമ്മൾ കാണുന്നത് അങ്ങനെ അല്ലാതായി തീർന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംസ്കാര വിശേഷ ഗുണങ്ങളില്ല എന്ന് പറയുന്നത്. നമുക്കൊരു സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ. എങ്ങനെയായിരിക്കണം ഞാൻ, എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കേൾക്കരുതെന്നുള്ള ഒരു നിശ്ചയബുദ്ധി നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ അയഞ്ഞു കൊടുക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ശരി കൊള്ളാം എന്ന് തലയാട്ടി കൊടുക്കുക. അതിൻ്റെ അർത്ഥം ആ പറയുന്ന ആളും നമ്മളും തമ്മിൽ സംബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞു. എന്ത് സംബന്ധം? കുറ്റം പറയുന്ന ആളിന് ആ കുറ്റം പറയുന്ന ആളിൻ്റെ അതേ സ്വഭാവ ഗുണമായിരിക്കുന്ന സംബന്ധത്വം നമ്മുടെ മനസ്സിലും വന്നു ചേരുകയാണ്. ഇതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ദോഷം. ഈ ദോഷത്തെ ഇല്ലാതാക്കുക. ഒരാൾ വളരെയധികം ഗഹനമായ തത്വങ്ങളിങ്ങനെ ആവിഷ്കരിച്ച് പറയുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തൊരു കാര്യം കൂടെ അയാൾ പറയുന്നെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് എത്രയധികം വിരോധവും അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് എത്രയധികം വെറുപ്പ് തോന്നിക്കും. കാര്യം എത്ര നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോഴും ആ നല്ല കാര്യങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായൊരു കാര്യം വന്നാൽ തന്നെ നമുക്കതിൽ വിയോജിപ്പ് സ്വാഭാവികമായിട്ടും വരാം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചിന്തിച്ചുറപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല പുണ്യങ്ങളെ ജനിപ്പിക്കുന്നതായ ഭഗവത് നാമങ്ങളെ ജപിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുമാത്രമാണ് പുണ്യത്തെ ജപിപ്പിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ അത്രയും നിങ്ങൾ വിടുക. മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിച്ച് അതും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തന്നെ നിശ്ചയിക്കുക. അത് നല്ലതായിരിക്കണം, നല്ല സംസ്കാരത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം. അങ്ങനെ പുണ്യങ്ങളെ ജനിപ്പിക്കുന്നതായ നാമങ്ങളെയും രൂപങ്ങളെയും ശൃണ്ണൻ കേൾക്കുന്നവനും, ഗൃണൻ ഉച്ചരിക്കുന്നവനും, ചിന്തയൻ ചിന്തിക്കുന്നവൻ, ഈ മൂന്ന് കാര്യം നമ്മൾ ചെയ്തിരിക്കണം. കേൾക്കുന്നവൻ, അതുപോലെ ഉച്ചരിക്കുന്നവൻ, അതുപോലെ ചിന്തിക്കുന്നവനും, സംസ്മരഞ്ച അന്യരെ സ്മരിപ്പിക്കുന്നവനുമായിരിക്കണം. ഇത് കേൾക്കുകയും ഇത് ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ എന്ത് ചെയ്യണം? അത് പറഞ്ഞ് മനസ്സിലാക്കിച്ചുകൊണ്ട് അവരെ അത് സ്മരിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ അവരെ അത് ഓർമ്മിപ്പിക്കണം. ഇന്നതാണ് കാര്യം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കണമെന്നർത്ഥം. ക്രിയാസു വ്യാപാരങ്ങളിൽ ത്വച്ചരണാരവിന്ദയോഹു നിന്തിരുവടിയുടെ താമരപ്പൂല പോലെയുള്ള ഇരിക്കുന്ന പാദങ്ങളിൽ, ഭഗവാന്റെ താമരപ്പൂ പോലെ നിർമ്മലമായിരിക്കുന്ന പാദങ്ങളാണ്. എന്തുകൊണ്ടാണ്? അത്രയധികം ഗുണങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അതിനത്രയും മനോഹാരിത കൽപ്പിക്കപ്പെടുന്നത്. താമരപ്പൂ പോലെ ഇരിക്കുന്ന പാദങ്ങളിൽ ആവിഷ്ടചേതാഹ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി
യാതൊരുവന് അവൻ എന്താണ് ഭവായ സംസാരത്തിനായിക്കൊണ്ട് കൽപ്പതേ യോഗ്യനായി ഭവിക്കുന്നില്ല എന്നർത്ഥം. അങ്ങയുടെ നാമങ്ങൾ കീർത്തിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ പറയുകയാണ്, കീർത്തനങ്ങൾ കൊണ്ടും ഭഗവത് ധ്യാനങ്ങൾ കൊണ്ടും ഒരു ഭഗവത് അനുഗ്രഹം സിദ്ധിക്കുമെങ്കിൽ പിന്നെ ഒരു തവണ ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ നാമകീർത്തനങ്ങൾ ചെയ്തിട്ടും ഇത് മനസ്സിൽ നിന്ന് പോകുന്നില്ലുണ്ടോ? മനസ്സിനകത്ത് ഇങ്ങനെ നാമങ്ങളെല്ലാം കീർത്തിക്കുമ്പോഴും മനസ്സിൽ ഈ ദോഷങ്ങൾ അത്രയും നിൽക്കുകയാണ്. അപ്പോൾ ഒരു തവണ ചെയ്തിട്ട് കൂടിയും ഇതൊന്നും പോകുന്നില്ല എങ്കിൽ എന്തുകൊണ്ട്? എല്ലാവരും കുറേയധികം നാമം ചൊല്ലിയിട്ടും ഒരുപാട് ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊന്നും പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ത് മനസ്സിലാക്കണം? ഭഗവത് സ്വരൂപം ചിന്തിക്കുവാൻ, അത് ഉറപ്പിക്കുവാൻ നമ്മളെ സാധിക്കാത്ത നമ്മളെ ശത്രുക്കളായിട്ട് നമ്മുടെ ഉള്ളിൽ ചില ആളുകളുണ്ട്. അതാണ് രാഗദ്വേഷാദികൾ. ഈ രാഗദ്വേഷാദികളാണ് നമ്മളെ ഇതിന് ഒരു തവണ ചൊല്ലിയിട്ടും അനേകം തവണ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നെങ്കിലേ നമ്മുടെ ഉള്ളിലെ ഇത് ചെയ്യുന്നതിന്, ഈശ്വര സ്മരണാപൂർവം ജീവിതം ധന്യമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതൊരു കാര്യമുണ്ടോ അതിനെ നീക്കം ചെയ്യാൻ അനേകം തവണ ഭഗവത് സ്മൃതി, ഭഗവത് കീർത്തനം, ഭഗവത് സ്മരണകളൊക്കെ നിലനിർത്തിയാൽ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനെന്ത് വേണം? രാഗദ്വേഷാദി മാലിന്യങ്ങൾ മനസ്സിൽ നിന്ന് പോകണം. അവർ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് എത്ര തവണ നാമം ജപിക്കാൻ പറ്റുമോ അത്രയും തവണ കൊണ്ടേ ഈ രാഗദ്വേഷാദികളൊക്കെ നീങ്ങിക്കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്, ശരീരാനന്തരം എന്തായാലും ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അനായാസേന മോക്ഷം ലഭിക്കുമെന്നുള്ള കാര്യവും നിർവിവാദമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നത്. എല്ലാവരും നാമം ജപിച്ച് സന്ധ്യാവേളകളിലും മറ്റുമൊക്കെ നാമം ജപിക്കുക എന്നുള്ള പ്രാധാന്യത്തോടു കൂടി തന്നെ ജീവിക്കുക. നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷാദികൾ പതുക്കെ പതുക്കെ നീങ്ങി മനസ്സ് ശുദ്ധമാകുക തന്നെ ചെയ്യും. എല്ലാവരുടെയും മനസ്സ് ശുദ്ധമായി തീരട്ടെ ഭഗവത് നാമജപാദികൾ കൊണ്ട്. നമസ്കാരം.